യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മൾ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് വന്നു പോയത്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് ത്രൂ ഔട്ട് വീഡിയോസുമായിട്ട് വരാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രേഡ് എടുക്കാനുണ്ടായിട്ടുള്ള റീസൺസ്, അതുപോലെ ടോപ്പ് ഡൗൺ അനാലിസിസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫ്രം മന്ത്ലി പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഓവറോൾ ഒരു റേഞ്ചി മാർക്കറ്റായിരുന്നു. ഓക്കെ, ആൻഡ് ഇനി ടെസ്റ്റ് ചെയ്യാത്ത ഒരു മന്ത്ലി FVG ആണ് നമുക്ക് ഉണ്ടായത്. സോ നമ്മൾ ഓവറോൾ എക്സ്പെക്റ്റേഷൻ അവിടെ വന്നിട്ട് പ്രൈസ് മേലോട്ടേക്ക് മൂവ് ചെയ്യും എന്നതായിരുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് ജസ്റ്റ് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ഈക്വൽ ലോസ് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. ഓക്കെ, ഈ ഒരു റിലേറ്റീവ്ലി ഈക്വൽ ലോസ്. ഓക്കെ, അത് കഴിഞ്ഞ മന്ത് പ്രൈസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വീക്കിലിയിൽ ഒരു മേജർ ലിക്വിഡിറ്റിയാണത്, അത് പ്രൈസ് ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരാം. അപ്പോൾ ഡെയിലിയിലേക്ക് ആ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത സമയത്ത് അഗെയിൻ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്തു. അഗെയിൻ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ലോ ടേക്ക് ചെയ്ത ശേഷം പ്രൈസ് എന്ത് ചെയ്തു, അവിടുന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പൾസീവ് മൂവ്മെൻ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് 4 ഓവറിലേക്ക് വരാം. ഓക്കെ, ഫോർ ഓവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പ്രൈസ് അവിടെ ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ്പ് ട്രെൻഡിലേക്ക് സ്വിച്ച് ആയ രീതിയിലാണ് നമുക്ക് കാണുന്നത്. വെച്ചാൽ ലോവർ ലോ, ലോ ഹൈ, ലോവർ ലോ ആൻഡ് ഹയർ ഹൈ. ഓക്കെ, സോ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു 4 ഓവറിലൊരു സ്വിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ പ്രീവിയസ് മന്ത് ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു 4 ഓവർ ബ്രേക്കർ ബ്ലോക്ക്, അതുപോലെ ഇവിടെ നമുക്കൊരു 4 ഓവർ FVG ഇൻവേഴ്സ് ആയിട്ടുണ്ട്. അവിടെ ആ ഒരു സെയിം പ്ലേസിൽ നമുക്കൊരു ബുള്ളിഷ് FVG വന്നുകൊണ്ട് ഇത് നമുക്കൊരു BPR ആണ്, അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്തത്. ഓക്കെ, ആൻഡ് സോ നമുക്ക് ജസ്റ്റ് ആ ഒരു ടൈമിൽ നമ്മൾ ATMCR ട്രേഡായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ATM ന്യൂയോർക്ക് ഓപ്പണിങ്ങിലുള്ള ട്രേഡായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്തത് എന്ന് എന്ത് ചെയ്യാൻ നോക്കാം. നമുക്ക് ആക്ച്വലി 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു, ആൻഡ് ഒരു കണ്ടിന്യൂഷൻ ട്രേഡാണ് നമുക്ക് അവിടെ ടാർഗറ്റ് വന്നിട്ടുണ്ടായത്. ഓക്കെ, സോ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ATM ഹൈ ആൻഡ് ലോ നമ്മൾ മാർക്ക് ചെയ്തു. നമ്മൾ ഉണ്ടായിരുന്നത് ആക്ച്വലി ആ ഒരു BPRലായിരുന്നു, 4 ഓവർ BPRലായിരുന്നു നമ്മൾ ഉണ്ടായത്. ഓക്കെ, ആൻഡ് 4 ഓവർ FVG ഇവിടെ നമുക്ക് കാണാം. ഓക്കെ, ആൻഡ് 1 അവറിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു 1 അവർ FVG ഇവിടെ ഉണ്ടായിരുന്നു, ആൻഡ് 1 അവറിൽ നമ്മൾ ബിയറിഷ് ആയിരുന്നു. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഒരു ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ATM ഹൈ സ്വീപ്പ് ചെയ്ത ശേഷം ATM ലോയിലേക്ക് താഴോട്ട് ഈ ഒരു ഷോർട്ടായിരുന്നു എടുത്തിട്ടുണ്ടായത്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രേഡ് നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. ആൻഡ് എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്തത്, എന്ത് കൺഫർമേഷനാണ് തന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ATM ഹൈ ആൻഡ് ATM ലോ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, സോ ഇനി നമ്മൾ 9:30 ഓപ്പൺ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് മീൻസ് ഇന്ത്യൻ ടൈം 7 o'clock ആ ഒരു 9:30 ഓപ്പൺ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, 9:30 ഓപ്പണിങ്ങിന് നമുക്കിവിടെ കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു 8 AM ഹൈ ടേക്ക് ചെയ്തു, ആൻഡ് നമ്മുടെ ആ ഒരു കീ ലെവലായിട്ടുള്ള 1 അവർ FVG പ്രൈസ് ടാപ്പ് ചെയ്തു. ഓക്കെ, അഗെയിൻ നമുക്ക് എന്ത് കിട്ടി, ആ ഒരു FVG ഇൻവേർഷൻ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് FVG പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ഇൻവേഴ്സായി. ഓക്കെ, ആൻഡ് പ്രൈസ് ശേഷം നമുക്ക് കാണാൻ പറ്റും ഇൻവേഴ്സ് ആവുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കാം, 1 സെക്കൻഡ്. നമുക്ക് കാണാൻ പറ്റും ഒരു സ്ട്രോങ്ലി ഒരു ഇൻവേർഷൻ താഴോട്ടേക്ക് വന്നു. ആക്ച്വലി ഈ ഒരു ഇൻവേർഷൻ വന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സെയിം പ്ലേസിൽ നമുക്ക് ഇവിടെ ഒരു FVG കൂടെ ഫോം ചെയ്തു. ഓക്കെ, സോ ഞാൻ ആക്ച്വലി ട്രേഡ് പ്ലാൻ ചെയ്തത് ഇവിടെ നിന്നായിരുന്നു, ഈ ഒരു FVG നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്, ആക്ച്വലി ഒരു ഷോർട്ട് പ്ലാൻ ചെയ്തു.
ആൻഡ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഹൈൻ്റെ മേലെയാണ്. ഓക്കെ, കാരണം പ്രൈസ് ഈ ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു ആൻഡ് ഈ എഫ് ഇ ജി ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു ഇമ്പൾസീവ് ലെഗിലാണ്. സോ അതിന് മേലെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായത്, സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, ആൻഡ് 8 AM ലോ. ഓക്കെ, ഒരു 2 hour ട്രേഡായിരുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. കാണാൻ പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു സോൺ ടാപ്പ് ചെയ്തു, ശേഷം വെരി നിയർ ടാർഗറ്റ് വന്ന ശേഷം പ്രൈസ് എന്ത് ചെയ്തു, തിരിച്ചു പോയി. നമുക്ക് എന്ത് ചെയ്തു, അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് ട്രേഡ്. ഇവിടെ നമ്മൾ -1 hour അല്ലെങ്കിൽ 1% ലോസ് നമ്മൾ എന്ത് ചെയ്തു, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശേഷം അടുത്തൊരു ട്രേഡ് എടുക്കാണ്ടായിട്ടുള്ള റീസൺ, ഇവിടെ നമുക്ക് 1 hour ടൈം ഫ്രെയിമിൽ പ്രൈസ് എന്ത് ചെയ്തു, ഈ ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് എന്ന് വെച്ചാൽ പ്രൈസ് ഈ ഒരു സ്ട്രക്ചറുടെ താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്ത സമയത്ത്, ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത സമയത്ത് ക്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ലാസ്റ്റ് സപ്ലൈ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, വിച്ച് മീൻസ് ഈ ഒരു സപ്ലൈ ഇതിന് മേലെ നമുക്ക് 1 hourൽ ക്ലോസിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇവിടെ ക്ലോസിങ് തന്നു. സോ ഒബ്വിയസ്ലി നമ്മളൊരു എക്സ്പെക്റ്റേഷൻ, നമ്മൾ ഓൾറെഡി ബുള്ളിഷ് ആണല്ലോ. ഇവിടെ നമുക്ക് 4 hourൽ ഓൾറെഡി ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. 4 hour FEG ആൻഡ് 4 hour BPR നമ്മളുള്ളത്. അവിടെ നമുക്ക് 1 hourൽ ഒരു മൊമെൻറ്റ് ഷിഫ്റ്റും കൂടെയാണിത്. ഓക്കെ, ആൻഡ് നമുക്കൊരു ബ്രേക്കർ ബ്ലോക്ക് ഡിമാൻഡ് ഫോം ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ ഒരു ഈക്വൽ ഹൈ രീതിയിൽ ഇവിടെ നമുക്കൊരു ഏരിയ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് നമുക്ക് പ്രീവിയസ് ഡേ ഹൈ. സോ നമുക്ക് ഒബ്വിയസ്ലി ഇവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടുവാർഡ്സ് ഈ ഒരു ഹൈയിലേക്ക് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു. സോ ആ ഒരു ട്രേഡാണ് അടുത്തൊരു പ്ലാൻ ആയിട്ടുണ്ടായത്. ഓക്കെ, നമുക്കതുപോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയ ശേഷം 1 minute പ്രൈസ് അവിടെ റീടെസ്റ്റ് വന്ന സമയത്ത് കൺഫർമേഷൻ നോക്കിയിട്ടായിരുന്നു ട്രേഡ് എടുത്ത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രൈസ് ആക്ഷൻ കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ക്ലോസിങ് തന്നു. സോ ഇത് നമ്മുടെ ആ ഒരു 1 hour ടൈം ഫ്രെയിമിലെ ബ്രേക്കർ ബ്ലോക്ക് ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു ബ്രേക്കറിലേക്ക് പ്രൈസ് റീടെസ്റ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ കൺഫർമേഷൻ തന്നത് എന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പ്രൈസ് നമ്മൾ ആ ഒരു സോൺ എന്ത് ചെയ്തു, ഇവിടെ റീടെസ്റ്റ് ചെയ്തു ആൻഡ് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, വീണ്ടും അടുത്തൊരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു മേലോട്ടേക്ക്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്കിവിടെ ഒരു പുതിയൊരു FEG നമുക്കിവിടെ ഫോം ചെയ്ത് കാണാം. ഓക്കെ, ഒരു ബുള്ളിഷ് FEG ആയിരുന്നു. സോ ലെറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു FEG നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് ആ ഒരു FEG എന്നാണ് ആ ഒരു ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, സോ ലോങ് ഫ്രം ഈ ഒരു FEG ആൻഡ് സ്റ്റോപ്പ് ലോസ് ബിലോ. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഈക്വൽ ഹൈ ആൻഡ് ഫൈനൽ ടാർഗറ്റ് ഈ ഒരു ഹൈ, ഇതിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, സോ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. കാണട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ അവിടെ വന്ന് ടെസ്റ്റ് ചെയ്തു ആൻഡ് അവിടെ നിന്നൊരു സ്ട്രോങ് റിയാക്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് കാണാൻ ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് പ്രൈസ് ഓൾറെഡി എന്ത് ചെയ്തു, ലൈക്ക് പെട്ടെന്ന് തന്നെ പ്രൈസ് റീച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ ആയി. പിന്നെ അവിടെ ഒരു റേഞ്ചിങ് രീതിയിലായിരുന്നു പ്രൈസ് നിന്നിട്ടുണ്ടായത്. ഓക്കെ, സോ ഇതായിരുന്നു കഴിഞ്ഞ ഡേയിൽ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു 2 ട്രേഡ്സ്. ഓക്കെ, ആൻഡ് ഫൈനലി ഈ ട്രേഡ് സ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും, ആ ഒരു ടാർഗറ്റ് ഇപ്പോഴും റീച്ച് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ആ ഒരു പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത് ഈ ഡേയിലും റീച്ച് ആയിട്ടില്ല. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രേഡ്. പക്ഷേ നമുക്ക് ഈ ഒരു ഈക്വൽ ഹൈ വരെ തന്നെ നമുക്ക് 5 hour ഇനഫ് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സോ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ്സ് അല്ലെങ്കിൽ ഈ ബ്രേക്ക് ഡൗൺസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ രേഖപ്പെടുത്താം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കുമായിട്ടുള്ള വീഡിയോസ് വേണോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രേക്ക് ഡൗൺസ് വേണോ, ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.